ട്രിപ്പിൽ ആദ്യം തന്നെ നമ്മളൊരു കിടിലൻ വാട്ടർഫോൾസ് മതേഗഡ് വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ട് ഇപ്പം നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായിട്ടുള്ള രാജ്ഗഡ് ഫോർട്ടിലേക്കാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പൂനെ ട്രിപ്പിലെ ഒരു ഫസ്റ്റ് ഫോർട്ട് ട്രക്കാണ്. അതുപോലെ തന്നെ പൂനെ സിറ്റിക്ക് അടുത്തായിട്ട് ഏകദേശം ഒരു 50-60 കിലോമീറ്റേഴ്സിന് ഉള്ളിൽ തന്നെ വരുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ട്രക്കിംഗ് സ്പോട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഈ രാജ്ഗഡ് ഫോർട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഫോർട്ട് തന്നെയാണ് ഈ രാജ്ഗഡ് ഫോർട്ട്. എങ്കിൽ കൂടി നമ്മൾ പോകുന്ന റൂട്ടിലൊന്നും ഒറ്റ മനുഷ്യരെ കാണാനില്ലായിരുന്നു. ഈ കാണുന്ന പോലെ ഭയങ്കര ഐസൊലേറ്റ് ആയിരുന്നു, വളരെ വിരളമായിട്ടായിരുന്നു. അങ്ങിങ്ങായിട്ട് കുറച്ച് വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല സീനിക് റൂട്ടായിരുന്നു, ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു പോകാം. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന പോലെ കാട് ഏരിയ ആയി. അപ്പുറത്തും ഇപ്പുറത്തും അത്യാവശ്യം നല്ല ഡെൻസായിട്ടുള്ള കാടുകളായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് ഗൂഗിൾ മാപ്പിനെ ട്രസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന രാജ്ഗഡ് ഫോർട്ടിൻ്റെ ബേസിലായിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതുവരെയുള്ള ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടയറിങ് ഡ്രൈവായിരുന്നു. നമ്മുടെ മുന്നേ പോയ വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടം വരെയുള്ള ഡ്രൈവ്. അത് അത്യാവശ്യം നല്ല മോശം റോഡൊക്കെ ആയിരുന്നു, മോശം റോഡുമാണ്. പക്ഷേ കിടിലൻ വ്യൂ ആണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല കിടിലൻ വ്യൂ ആയിരുന്നെങ്കിലും റോഡ് മോശമായതുകൊണ്ടും ഫുഡ് അധികം കഴിക്കാത്തത് കൊണ്ടുമുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ് ഒക്കെ ആയി. ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. ഈ പുറകെ കാണുന്ന ഫോർട്ടാണ് നമ്മുടെ രാജ്ഗഡ് ഫോർട്ട്. നോക്കുന്നു. അപ്പോൾ കുറേ വണ്ടികളൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരൊക്കെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനിയിപ്പം ഇവിടുത്തെ ഈ കടയിലെ പയ്യൻ പറഞ്ഞത് മാക്സിമം 1 or 1.5 hours നമുക്ക് മുകളിൽ കയറാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. പൂനെയിലത്തെ എൻ്റെ ഫസ്റ്റ് ഒരു മൺസൂൺ ട്രെക്കാണെന്ന് പറയാം. അപ്പം മുകളിൽ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ എക്സൈറ്റഡ് ആണ്. അപ്പം ഞാനിപ്പോൾ പോഹ പറഞ്ഞിട്ടുണ്ട്, അതപ്പം ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. ഇടയ്ക്ക് വെച്ചിട്ട് വിശക്കുവാണെങ്കിൽ കഴിക്കാം. പിന്നെ പറ്റുവാണെങ്കിൽ രാത്രി ഞാൻ അവിടെ തന്നെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നതും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. എന്തായാലും ഒരു ചായയും കുടിച്ചിട്ട് നമുക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 2-3 കടകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട ഫുഡോ വെള്ളമോ ഒക്കെ എന്തായാലും ഇവിടെ നിന്ന് തന്നെ മേടിക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന യമണ്ടൻ മല കയറാം. മലയല്ല, ഫോർട്ടാണ് കേട്ടോ. യെസ്, കുറേ പേരൊക്കെ വന്നിട്ട് പോകുന്നു. യെസ്, അപ്പോൾ കയറാൻ തുടങ്ങി കേട്ടോ. കയറാൻ തുടങ്ങുമ്പം ഇങ്ങനത്തെ ഉരുളൻ കല്ലുകളുടെ ഇടയിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പം ആകെ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് പാക്കാണ്. അത്യാവശ്യം വെയിറ്റുള്ള ബാക്ക് പാക്കൊക്കെ ഇട്ട് വന്നാൽ നല്ല പണി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു എക്സ്ട്രാ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുവാണെങ്കിൽ അവിടെ ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജോ ബാഗേജസൊക്കെ പൈസ കൊടുത്ത് അവിടെ സേഫായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് 2 ബാഗ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ അടുത്ത് 2 ബാഗായിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നേ. അമ്മേ അണയ്ക്കുന്നു പെട്ടെന്ന്. അപ്പോൾ യെസ്, അപ്പോൾ ബാഗേജ് ഞങ്ങൾ രാവിലെ സ്റ്റേ ചെയ്തിട്ട് ഇറങ്ങാൻ നേരത്ത് ഒരു ബാഗിനകത്ത് വേറെ എല്ലാം കൂടെ വെച്ചിട്ട്, അതായത് ഇപ്പോഴത്തെ ഈ ഒരു ട്രക്കിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ആ ബാഗിൽ ഡ്രസ്സെല്ലാം വെച്ചിട്ട് അതവിടെ കൊടുത്തു. അത് അവർ ബേസിസിലാണ്. 24 hours നിങ്ങളുടെ ബാഗിൻ്റെ സൈസും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും അവർ റേറ്റ് പറയുന്നത്. 20, 30, 40 ആ ഒരു റേറ്റൊക്കെയാണ് വരിക. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ബാഗ് വെച്ചു. ഇന്നിപ്പം ജസ്റ്റ് ടെൻറ്റും പിന്നെ ഒരു ജോഡി ഡ്രസ്സ് അത് മാത്രമാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് വലിയ വെയിറ്റ് ഇല്ല, അതുകൊണ്ട് മാനേജബിളാണ്. ഇല്ലെങ്കിൽ വലിയ ഒരുപാട് ലഗേജൊക്കെ ആയിട്ട് വന്നാൽ പണി കിട്ടും, കയറാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കയറി തുടങ്ങി. നോക്കട്ടെ. അപ്പോൾ ഇപ്പം ഓൾമോസ്റ്റ് 3 മണി ആകാറായി കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേനും നമ്മൾ ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറേ നേരം നിന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ എന്തായാലും ഇനി പെട്ടെന്ന് കയറട്ടെ. കാരണം വ്യൂ ഒക്കെ പോകുന്നതിന് മുന്നേ, ലൈറ്റ് പോകുന്നതിന് മുന്നേ മുകളിലെത്തി കിടിലൻ വ്യൂ ഒക്കെ ആസ്വദിക്കാനുള്ളതാണ്. അപ്പോൾ
കേട്ടോ ചെറുതായിട്ട്. താഴെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു കാറ്റൊക്കെ വീശുന്നുണ്ട്. സോ മോർ ഛത്രപതി ശിവാജി. നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യയിലെ മറാത്തി എംപയറിൻ്റെ ഫൗണ്ടറാണ് ഛത്രപതി ശിവാജി. ഈ സഹ്യാദ്രി മൗണ്ടൻ റേഞ്ചസ് ഒക്കെ ഒരു കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മഹാരാജാവാണ് ശിവാജി. അപ്പം ഈ ഒരു ഫോർട്ടിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ശിവാജി താമസിച്ചിട്ടുള്ള ഫോർട്ടുകളിലെല്ലാം വെച്ചിട്ടും ഏറ്റവും കൂടുതൽ ദിവസം സ്പെൻഡ് ചെയ്ത ഒരു ഫോർട്ടാണ് ഈ രാജ്ഗഡ് ഫോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ശിവാജിയുടെ മകനായിട്ടുള്ള രാജാറാം ജനിച്ചത് രാജ്ഗഡ് ഫോർട്ടിലാണ്. അതേപോലെ സായിറാം എന്ന ശിവാജിയുടെ ഭാര്യ മരണപ്പെട്ടതും ഈ ഒരു ഫോർട്ടിലായിരുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രപ്രസിദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു ഫോർട്ട് കൂടിയാണ് ഈ രാജ്ഗഡ് ഫോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിതാ ഒരു മിഡല്ല മുക്കാലും കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ ട്രെക്കിങ്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ റേഗാഡ് ഫോർട്ടിൻ്റെ ടോപ്പ്. സോ നമുക്ക് അതിൻ്റെ മുകളിലാണ് എത്തേണ്ടത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കിടിലൻ വൈബായി നല്ല ഒരു വ്യൂ കാണുന്നുണ്ട്. ചുറ്റിനും മഞ്ഞ പൂക്കൾ, വയലറ്റ് പൂക്കളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഫോർട്ടിൻ്റെ കിടിലൻ വ്യൂ കാണുന്നുണ്ട്. താഴെ നിന്നുള്ള ഫുൾ വ്യൂ ഉണ്ട്. മുന്നേ താഴെ വെച്ചിട്ട് വ്യൂ ഇല്ലായിരുന്നു, കാറ്റില്ലായിരുന്നു, ഭയങ്കര സഫക്കേറ്റഡ് ആയിരുന്നു കേട്ടോ. ലൈക്ക് നമ്മൾ പതുക്കെ ഇരുന്നിരുന്നാണ് ഒന്ന് എത്തിയത്. പക്ഷേ ഈ വ്യൂ ഒക്കെ കണ്ടൊന്ന് തെളിഞ്ഞ ആകാശമൊക്കെ ഒന്ന് കാണാൻ തുടങ്ങിയപ്പം ഇറ്റ്സ് ലൈക്ക് നമ്മൾ റിഫ്രഷ്ഡ് ആയി. ഇനിയിപ്പോൾ ഒരു നല്ല എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ ഓടിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. മുകളിൽ നിന്നും കിടിലൻ വ്യൂ ആണെന്നുള്ളത് ഇപ്പം തന്നെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കുറേ പേര് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ എനിക്ക് 4 മണി ആകാറായി, 3:45 സമയം. ഇപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വ്യൂ കണ്ട് സമാധാനത്തോടെ നമ്മൾ കയറി റേഗാഡ് ഫോർട്ടിൻ്റെ ടോപ്പിലെത്താൻ പോവാണ്. ഐ എം സോ എക്സൈറ്റഡ്. ഒന്ന് ക്ഷീണിച്ച് വന്നപ്പോൾ അതാ ഒരാശ്രയം എന്ന രീതിയിൽ ചേട്ടൻ ഇവിടെ തൈരും വെള്ളമാണെന്ന് കേട്ടോ, മോരും വെള്ളമാണെന്ന് തോന്നുന്നു വെള്ള സാധനം. ഇവിടെ അല്ലേ എല്ലാവരും മറാത്തിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹിന്ദിയെ എനിക്ക് വലിയ പിടുത്തമില്ല, അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മറാത്തിയും കൂടെ നെഹി, അതാണ് പ്രശ്നം. അപ്പോൾ അതാ 20 രൂപയുള്ളൂ കേട്ടോ ഒരു മോരും വെള്ളത്തിന്. ശരിക്കും മോരും വെള്ളമൊന്നും അല്ല, തൈര് ജസ്റ്റ് കട്ടിക്ക് ഇങ്ങനെ അടിച്ച് തന്നേ ഉള്ളൂ. വർഷത്തോളം മറാത്ത എംപയറിൻ്റെ ക്യാപിറ്റലായിട്ട് അറിയപ്പെട്ടിരുന്നത് ഈ രാജ്ഗഡ് ഫോർട്ടിനെയാണ്. അതിനുശേഷമാണ് അത് റേഗഡ് ഫോർട്ടായിട്ട് മാറ്റിയത്. അപ്പോൾ അത്രയും ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഫോർട്ട് കൂടിയിട്ടാണ്. അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തുള്ള ഹൈക്കിന് ശേഷം അതാ നമ്മൾ രാജ്ഗഡ് ഫോർട്ടിൻ്റെ ഒരു ഫസ്റ്റ് എൻട്രൻസ് പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വലിയൊരു കോട്ടവാതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളിതാ രാജ്ഗഡ് ഫോർട്ടിൻ്റെ ടോപ്പിൽ എത്തി എന്നുള്ളത്. പക്ഷേ ഇല്ല, ഇനി ഇവിടെ നിന്നൊക്കെ നടത്തം ആരംഭിക്കുന്നതേ ഉള്ളൂ. ശരിക്കും ഒരു 4-5 വ്യൂ പോയിൻറ്റ്സ് അടങ്ങുന്ന ഒരു വലിയ കോട്ട തന്നെയാണ് ഈ രാജ്ഗഡ് ഫോർട്ട് എന്ന് പറയുന്നത്. നല്ല സമയമെടുത്ത് ഓരോ വ്യൂ പോയിൻറ്റ്സ് കാണാൻ അതുപോലെ കാഴ്ച.
ആഘോഷമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നോക്കിയാലറിയാം ഇവിടെ ഫുൾ ചുമന്ന് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാവിലെ സംതിങ് പൂജയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വായോ ഫോർട്ടിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ, അടിപൊളിയല്ലേ, ഫുൾ അലങ്കരിച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു രാവിലെ. എന്തായാലും നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ഈ ചുമന്ന ഇതുകൂടെ ആയപ്പോൾ നല്ല അവിടെ ഒരു കുഞ്ഞ് അമ്പലമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പ് പോയിന്റിലേക്കാണ്. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് മിസ്റ്റ് നിറഞ്ഞു കേട്ടോ, മഞ്ഞാണ് ഫുള്ള്. ആ കാണുന്നതാണ് ടോപ്പ്. ആ ടോപ്പ് പോയിന്റിൽ നിന്ന് എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് നടക്കാൻ പറ്റും. അതൊക്കെ ഔട്ടർ വോളാണ്. അവിടെ പിന്നെ കുറേ ഫ്ലാഗ്സ് ഒക്കെ ഉണ്ടെന്നാണ് ഇപ്പം നടന്നു വന്ന കുറച്ച് ചേട്ടന്മാർ പറഞ്ഞത്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത സ്പോട്ട്, ഒരു രക്ഷയില്ല, എനിക്കൊന്നും പറയാനില്ല. അത്രയ്ക്ക് ഞാൻ വണ്ടടിച്ചിരിക്കുകയാണ്. ഓ, ഇത് കണ്ടോ, മഞ്ഞിങ്ങനെ ഒഴുകി ഒഴുകി നടക്കുക, ഫുള്ള് പൂക്കളും. ഇത് ശരിക്കും എന്താ പറയുക, ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഹെവൻലി. Every time we say goodbye, they all see that it's a lie. 'Cause we always give it one last try. Yeah, you've watched me break 1,000 times. Now I'm all alone, 'cause you never show. You say you will, but then you don't. That's how it goes. Don't wanna know. I'm turning off my mind so I get by. I just wanna be happy, happy tonight. നിങ്ങൾ രാജ്ഗഡ് ഫോർട്ട് എന്നൊക്കെ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കി ഇമേജസ് ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും നിങ്ങൾക്ക്. ഞാൻ ഈ കാണുന്ന പോലെ തന്നെ ഈ പോയ സമയത്ത് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു കേട്ടോ ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ. അതുപോലെ തന്നെ ഒരു കിടിലൻ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റി. ഞാൻ ഈവനിങ് ആണ് കയറിയത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ഏകദേശം ടോപ്പിൽ എത്താറായപ്പോഴത്തേനും ലൈറ്റൊക്കെ ഫീഡായി പോകുന്നുണ്ടായിരുന്നു. ഇനിയാണ് നമ്മുടെ കുറച്ചൊരു ട്രിക്കിയസ് പാർട്ടിലേക്ക് നമ്മൾ കടക്കുന്നത്. ട്രിക്കിയസ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ് നമ്മളുടെ ഏറ്റവും ഹൈറ്റിലേക്ക്, ഈ രാജ്ഗഡ് ഫോർട്ടിൻ്റെ ഏറ്റവും ഒരു ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം ഒരു പീക്ക് കയറ്റമാണ്, കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു കയറ്റം കൂടാണ്. സൂക്ഷിച്ച് കണ്ട് കയറിയില്ലെങ്കിൽ പണി കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഇപ്പം ഏകദേശം ലൈറ്റൊക്കെ പോയായിരുന്നു. ആ ടൈമിലാണ് ഞാൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. കയ്യിൽ ടെൻ്റൊക്കെ ഉണ്ട്. നമ്മൾ ടെൻ്റ് അടിക്കാനുള്ളൊരു സ്പോട്ട് തപ്പിയാണ് ശരിക്കും ഏറ്റവും ടോപ്പിലേക്ക് കയറുന്നത്. മുകളിലെത്തിയപ്പോൾ തന്നെ ലൈറ്റ് എല്ലാം പോയി തുടങ്ങി, ഇരുട്ട് വന്നു തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ നമ്മൾ ടെൻ്റ് അവിടെ സെറ്റാക്കുവാണ്. ചുറ്റിനും കണ്ടാൽ വെള്ള ഫ്രെയിം പോലെ കാണുന്നത് ഫുള്ള് മഞ്ഞാണ് കേട്ടോ, ഭയങ്കര കോടമഞ്ഞ്. അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര കാറ്റുമായിരുന്നു. അവിടെ ടെൻ്റ് എങ്ങനെ നിൽക്കും എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഒരു നല്ല സ്പോട്ട്, ഉള്ളതിലൊരു ബെറ്റർ സ്പോട്ടെന്ന് തോന്നിയെടുത്ത് നമ്മൾ ടെൻ്റ് പിച്ച് ചെയ്യുവാണ്. ഇതിന് ശേഷം ഡയറക്റ്റ് നമുക്ക് താഴേന്ന് മേടിച്ച പോഹ ഇപ്പം നമ്മളുടെ കയ്യിലുണ്ട്. അത് ഭാഗ്യമായാ മേടിച്ചത്, കാരണം ഇത്രയും ഹൈക്ക് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല എക്സോസ്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഇന്ന് രാത്രി ഇവിടെ ചില്ല് ചെയ്ത്, വേറൊറ്റ കുഞ്ഞില്ല ചുറ്റിനൊന്നല്ല, ഈ പരിസരത്തൊന്നും ആരുമില്ലായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. വീക്കെൻഡ് അല്ലാത്തത് കൊണ്ടുകൂടി തന്നെ തീരെ അങ്ങനെ ആൾക്കാരോ ബഹളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് മാത്രമായിട്ടുള്ള ഒരു രാത്രിയായിരുന്നു, ഒരു വിജൃംഭിച്ച രാത്രിയായിരുന്നു അത്. മേളിൽ നിന്നുള്ള വ്യൂ ആണ് നൈറ്റിൽ. അങ്ങിങ്ങായിട്ട് പൊട്ടുപൊട്ടായിട്ട് കുറച്ച് ലൈറ്റുകളൊക്കെ കാണാമായിരുന്നു. നല്ല തണുപ്പും ഭയങ്കര ഭീകരൻ കാറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ ടെൻറ്റ് പറന്നു പോകാതെ ഒരു കണക്കിനൊക്കെ സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. ഗുഡ് മോർണിംഗ്. സോ
ശരിക്കും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രാത്രിയായിരുന്നു ഇന്നലെ കഴിഞ്ഞത്. ഞാൻ ഈ രാജ്ഗഡ് ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ ടെൻറ്റിലാണ് താമസിച്ചത്. എൻ്റെ അമ്മ ഒരു മിക്സ്ഡ് ഫീലിംഗ് ഉള്ളൊരു നൈറ്റായിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. എനിക്കറിയാൻ പാടില്ല, എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയൊക്കെയുള്ളൊരു അറ്റ്മോസ്ഫിയർ. ഭയങ്കര എന്താ പറയുക, ഒരു ഭീകരത നിറഞ്ഞ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഭയങ്കര കാമൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാ രീതിയിലും അതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നെങ്കിൽ ഒരു സ്കെയറി ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ആരുമില്ല, അപ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. എന്നാലും കുറച്ച് ഓൺ ദ അതർ സൈഡ് കുറച്ചൊരു എന്തൊക്കെയോ ഒരു ഇമോഷൻസ് ഒക്കെ ഉള്ളൊരു രാത്രിയായിരുന്നു. പക്ഷേ സേഫ്ലി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നിപ്പോൾ രാവിലെ ഒരു 4:30 ആയി കേട്ടോ. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ്. മുകളിൽ ഇപ്പോൾ ഫുൾ സ്റ്റാർസ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഫോണിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. അവിടെയാണ് ഫുള്ള് ലൈറ്റാണ്, ഈ വീടുകളുടെ കുഞ്ഞു ലൈറ്റ് കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ എൻ്റെ അമ്മ എന്താ പറയുക, ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇറങ്ങുകയാണ്. കാരണം നമുക്ക് പൂനെ നമ്മളുടെ വണ്ടി തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഇനി ഇറങ്ങൽ ഈ രാത്രി, ഇപ്പോൾ ഇരുട്ടാണ് കേട്ടോ, എനിക്ക് തോന്നുന്നു 6:30 കഴിഞ്ഞാൽ ഇവിടെ നേരം വെളുക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ് ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഇനി പുതിയ നല്ല ദിവസങ്ങൾ പിന്നെയും വരികയാണ്. ബട്ട് സ്റ്റിൽ ഒരു ഭയങ്കര മെമ്മറബിളായിട്ടുള്ള ഒത്തിരി ഓർമ്മകളുള്ള ഒരു രാത്രി, ഒരു ദിവസവും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ സക്സസ്ഫുള്ളി നെക്സ്റ്റ് ഡേയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പുതിയ അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പൂനെ കാഴ്ചകളൊക്കെ തുടരുകയാണ്. സോ യെസ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ ഇന്നലെ ആ പൂക്കളൊക്കെ കണ്ടില്ല, മഞ്ഞപ്പൂക്കളുടെ ഇടയിലൊക്കെ നടന്നു പോയി ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുമ്പോൾ നല്ല കാലിന്, ഇന്നലെ നമ്മൾ വിചാരിച്ച് ഇറങ്ങുമ്പോൾ സുഖമല്ലേ ഓടി വരാമെന്ന്. പക്ഷെ അങ്ങനെയല്ല, കാലിന് മുട്ടിന് നല്ല പണി കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് ഇറങ്ങാനുള്ള ടെക്നിക്കൊക്കെ പഠിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു ലാമ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഇതാ ഇറങ്ങുകയാണ്. ഇതുവരെ നമ്മൾ ഈ ഫ്ലാഷ് ലൈറ്റിലൊക്കെ ആയിരുന്നു കേട്ടോ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എത്ര മണിയായി? 5:30 മണിയായി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ എത്താൻ താഴെ. നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇറക്കം ഈസ് നോട്ട് വെരി ഈസി. നമ്മൾ വിചാരിക്കും കയറ്റമാണ് ഭയങ്കര പാടെന്ന്. ഇറക്കവും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്, കാരണം നല്ല കുത്തനെ ഇറക്കമാണ്. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി മുട്ടിന് പണിയാം. എനിവേസ്, ലെറ്റ്സ് ഗോ ഡൗൺ. ആഫ്റ്റർ എ ലോങ് ടയറിങ് വാക്ക് നമ്മൾ എത്തി താഴെ. എൻ്റെ അമ്മേ, ചത്തില്ല എന്നുള്ളൊരു സ്റ്റേജിലായിരിക്കുന്നത്. നല്ല ടയർഡാട്ടോ. എനിക്ക് കയറ്റം കുഴപ്പമില്ലായിരുന്നു, ഇറക്കം ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. ഭയങ്കര കുത്തിനെ ഇറക്കാം. എനിവേസ്, നമ്മളെത്തി. വെളുത്ത് കേട്ടോ. ഇപ്പോൾ 6 കഴിഞ്ഞു, 6:15 സംതിങ് ആയി. ഇതാ വണ്ടി നമ്മുടെ ഉണ്ട്. അധികം വണ്ടികളൊന്നുമില്ല. എനിക്കൊന്ന് എല്ലാവരും ഇന്നലെ തന്നെ പോയി കേട്ടോ. പിന്നെ ഇപ്പം കുറച്ച് പേരെങ്ങാണ്ട് മുകളിലുണ്ടെന്ന് തോന്നുന്നു, സൺറൈസിൻ്റെ ആ ഒരു ടൈം കാണാനായിട്ട്. കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു അമ്മേ. അയ്യോ, എന്തായാലും ഭയങ്കരമായിട്ട് ടയർഡായിപ്പോൾ, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ വണ്ടിയെ കുറച്ച് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേനും ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ കടക്കാരുടെ അവിടെ ടാങ്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഒരു പാതി ജീവൻ വരും. എന്നിട്ട് ഡയറക്റ്റ് പോവാണ്. വണ്ടി കൊടുക്കണം, എന്നിട്ട് വണ്ടി വേറെ റെൻറ്റിന് എടുക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വ്ളോഗിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും. അപ്പോൾ ഇനി വേറെ പൂനെ കാഴ്ചകളൊക്കെ ആയിട്ട് ജീവനുണ്ടേ കാണാം.